മലപ്പുറത്തേക്കൊന്ന് പോവുകയാണ്. അരുൺ അമർനാഥ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ നാശനഷ്ടങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ ജില്ലയിലെ ഒരു പൊതു സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? മഴയൊന്നും മാറി നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളതൊരു ആശ്വാസമായിരിക്കും. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും പ്രശ്നമുണ്ട്. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? പൂജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയൊക്കെ ഇത്തരത്തിൽ മഴയ്ക്ക് ശമനമുണ്ട്, ഇടവിട്ടുള്ള മഴയുള്ളൂ. പക്ഷേ രാത്രിയിൽ പെയ്യുന്ന ശക്തമായ മഴയുടെ ഒരു ആഘാതം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് കൂട്ടിലങ്ങാടി ചെറുപുഴ പാലമാണ്, കടലുണ്ടി പുഴയുടെ കൈവഴി കൂടിയാണ്. ഇത്തരത്തിൽ ഈ പാലം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് ഒരുപാട് വീടുകൾ ഈ പ്രദേശത്തും പരിസരത്തും ഒക്കെ തന്നെ ഉള്ളതാണ്. ഇത് എപ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളം കയറുന്നത്? രാത്രി 12 മണി. രാത്രിയോടുകൂടി ആ മഴ എങ്ങനെ തുറന്നപ്പോൾ 12 മണി. കുറെ വീടുകളുണ്ടോ? ഒരുപാട് 3-4 ഗ്രാമങ്ങൾ താമസിക്കുന്ന വീട് അപ്പുറത്തെ പുഴയുടെ സൈഡാണ്. കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്ന വളരെ ദുരിതത്തിലാണ് ആളുകളെല്ലാം. അവിടെ ആ മേഖലയിലേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഒരു 10-500 വീടുകളോളം ഉണ്ട്. വല്ലപ്പള്ളി, പെരുങ്കോട്ടുപുലം, വട്ടപ്പറമ്പ് ആ ഭാഗത്ത് ഒക്കെ ഉള്ള വീടുകളുണ്ട്. സ്ഥിരമായി തന്നെ എങ്ങനെ ഉണ്ടാവാറുണ്ടോ? മഴ ഉണ്ടാവും? ഇല്ല, ഇപ്പോൾ ഈ 18-ലും 19-ലാണ് ഇത്രയും ഇത്. അതിനുശേഷം ഇന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അതെ, 2018-ലെയും 19-ലെയും പ്രളയ സമയത്തെ ഇത്തരത്തിലൊരവസ്ഥ നേരിട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് വരുന്നത്. പ്രദേശത്തൊക്കെ ഒരുപാട് വീടുകളുള്ളതാണ്. എന്നാലും മഴ കുറയുന്നതോടെ തന്നെ വെള്ളം ഇറങ്ങുന്ന ഒരു പ്രതീക്ഷയിലാണ് പ്രദേശവാസികളൊക്കെ തന്നെ ഉള്ളത്. എന്നെങ്കിലും വലിയ രീതിയിൽ ഈ പാലത്തിൻ്റെ കൈവരെ നമുക്ക് കാണാം. അത്തരത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രദേശവാസികളൊക്കെ ആ മേഖലയിലെ ആശ്രയിച്ച് അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ആളുകളൊക്കെ തന്നെയാണ്. വലിയ രീതിയിലൊരു ആശങ്ക അവരൊക്കെ പ്രകടമാക്കുന്നുമുണ്ട്. ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഇന്ന് രാവിലെ ആയിരിക്കും അറിയുന്നത്. അതെ, ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് വെള്ളം ഇവിടെ കൂടുതൽ ഇതായതുണ്ട്, പാലത്തിൽ കയറി തുടങ്ങിയത്. ഇപ്പോൾ അപ്പുറത്ത് ഇത് കൂട്ടിലാടി മലപ്പുറം മുനിസിപ്പാലിറ്റിയും അപ്പുറത്ത് കുറുവ പഞ്ചായത്തുമാണ്. രണ്ട് ഇതും കൂടി ബന്ധിപ്പിക്കുന്നൊരു പാലമാണ് ഈ പാലം. അതെ, അല്ല ഈ പാലത്തിന് തന്നെ ഗതാഗതമൊക്കെ ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ വലിയൊരു പ്രയാസം നേരിടും. അതെ, ഇവിടെ പിന്നെ അതിലപ്പുറത്തൊരു 1/2 കിലോമീറ്റർ അപ്പുറത്തൊരു വേറെ പാലമുണ്ട്. വീടുകളിലേക്കൊന്നും വെള്ളം കയറിയില്ലല്ലോ അല്ലേ? ഇപ്പോൾ അത്ര ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും യാത്രാ സൗകര്യങ്ങൾ മഴ ശക്തമായാല് വീടുണ്ട്. മഴ ശക്തമായ വീടുകൾക്ക് വെള്ളം കയറും. എന്റെ വീടാണ് ഈ കാണുന്നത്. നിലവിൽ വീടുകളിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. ഈ വീടിന്റെ അപ്പുറത്ത് വെള്ളമാണ്. അവിടുന്ന് അങ്ങോട്ട് വരാനും കഴിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. ഇതിന് സമീപത്തുള്ള വീടുകളിൽ ഇപ്പം പ്രശ്നമുള്ളൂ. ഇപ്പം അതെ. ഇതിന് സമീപത്തുള്ള വീടുകളിലാണ് നിലവിൽ പ്രശ്നമുള്ളൂ. പക്ഷേ മഴ ശക്തമായാൽ ആ സ്ഥിതി കുറച്ചുകൂടി ദുഷ്കരമാകും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ മേഖലയിലേക്കൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളം ഇറങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ മണിക്കൂറിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സമീപകാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മഴ കനക്കുമ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ ഇത്തരത്തിൽ പുഴ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് പൂജ നിലവിൽ കൂട്ടിലങ്ങാടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വീടുകളിലേക്ക് ഇപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. മഴ കുറഞ്ഞാൽ ഇത്തരത്തിൽ ആശ്വാസം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പൂജ. ശരി, മലപ്പുറം കൂട്ടിലങ്ങാടി പ്രദേശത്ത് നിന്നാണ് അരുൺ അമർനാഥ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്.